ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പണ്ടുള്ളവർ പറയുന്നത് പോലെ തന്നെ സൂര്യയുടെ ജീവിതം ആകുകയാണ് കേട്ടോ. പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടി എന്ന് പറയുന്ന അവസ്ഥയിലോട്ടാണല്ലോ ഈശ്വര ഇനി ഞാൻ പോകുന്നത് എന്ന് സൂര്യക്ക് തോന്നി തുടങ്ങുകയാണ് കേട്ടോ. കാരണം നന്ദിനി അത്രയും സ്ട്രിക്റ്റ് ആയി തുടങ്ങുകയാണ്. സൂര്യ ഒരിക്കലും മദ്യപിക്കുന്നതിൽ നന്ദിനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ നന്ദിനി ആ തീരുമാനം എടുക്കുകയാണ്. സൂര്യ സാർ മദ്യപിക്കുകയാണെങ്കിൽ ഞാനും മദ്യപിക്കും, വേണമെങ്കിൽ ഞാൻ കോഴി പൊരിച്ചതും അതുപോലെ മിച്ചറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം, എന്താ വെച്ചാൽ സൂര്യ സാർ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ സമയം ഉടൻ തന്നെ നന്ദിനി നീ എന്തായി പറയുന്നത്, അതെ സൂര്യ സാറിന് മദ്യപിക്കണോ, എന്നാൽ ഞാൻ കൊണ്ടുവരാം, എന്താ വേണ്ടത് സൂര്യ സാർ പറ എന്നൊക്കെ ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഇവിടെ ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ് കേട്ടോ. സൂര്യ ആണെങ്കിലോ ഈശ്വര വല്ലാത്തൊരവസ്ഥയിലാണ് പെട്ടത്. അപ്പം നന്ദിനി ചോദിക്കുക ഇനി മദ്യം കൊണ്ടുവരണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വേണ്ട വേണ്ട എനിക്ക് മദ്യമൊന്നും വേണ്ട, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയാം കേട്ടോ. എന്നാൽ ശരി ഞാനും കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങുക കേട്ടോ. അതേസമയം സൂര്യ ആണെങ്കിലോ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പതിയെ എണീക്കാൻ നോക്കൂട്ടോ. അപ്പോൾ സൂര്യ സാറെ എണീക്കാനൊന്നും നോക്കേണ്ട, ഞാനിവിടെ കിടക്കുന്നുണ്ട്, സൂര്യ സാറിന് മദ്യം വേണമെങ്കിൽ പറഞ്ഞോ ഞാൻ കൊണ്ടുവരാം, എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല, എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ അയ്യോ എനിക്കൊന്നും വേണ്ടായേ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം നന്ദിനി പറയണേ ഇനി എന്തായാലും സാറ് കിടന്നുറങ്ങിക്കോ, അതല്ലെങ്കിൽ ഞാനൊരു പണി ചെയ്യാം, സൂര്യ സാറിൻ്റെ കാല് എൻ്റെ ഡ്രസ്സിൽ വേണ്ടായേ നന്ദിനി നീ ഉറങ്ങിക്കോ, എനിക്ക് മദ്യം ഒന്നും വേണ്ട, ഞാൻ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ് സൂര്യ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്ന രംഗാണ്. അങ്ങനെ സൂര്യ നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനിയാണെങ്കിൽ താഴെ പതിവ് പോലെ ചായ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ഇതേ സമയം എന്തെങ്കിലും ഒരു മുട്ടൻ പണി കൊടുക്കണമല്ലോ ഇനി അടുത്തത് എന്നൊരു ചിന്ത മാത്രമാണ് കേട്ടോ ഇന്ദ്രജിക്കുള്ളത്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്നൊരു ചിന്തയിലായിരിക്കട്ടെ ഇരിക്കുക. പത്മ വരുമ്പോൾ പത്മയോട് പറയുകയാണ് ഇത് നോക്കാം മമ്മി, ഈ വീട്ടിൽ ഓരോ ദിവസവും കാണിച്ചു കൂട്ടുന്നത് എൻ്റെ ഭർത്താവിനോട് ചെയ്തത് കണ്ടോ സൂര്യ, അവള് എൻ്റെ ഭർത്താവിനെ വീഴ്ത്തിയിട്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം എടി ഇനിയൊന്നും മിണ്ടാതിരിക്കുക, എന്തായാലും ഇന്നിപ്പോൾ കമ്പനിയിൽ പുതിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, കമ്പനി ആകെ താഴോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്, ഓരോ പ്രശ്നത്തിലാണ് കമ്പനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ആ മീറ്റിംഗ് ഇവിടെ വെച്ചാണ് നടക്കുന്നത്, ഇനി അതിനെക്കുറിച്ച് പറയരുത് എന്നൊക്കെ പറയണം കേട്ടോ. ഓക്കെ ശരിയെന്ന് പറയണേ. ഇതേ സമയം CEO ആയി പോസ്റ്റ് എടുത്ത ആദ്യ സമയമാണല്ലോ നന്ദിനി. അങ്ങനെ ഈ സമയം സൂര്യ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നന്ദിനിയോട് പറയാണ് നന്ദിനി ഞാൻ വല്ലാത്തൊരു ടെൻഷനിലാണ്. അപ്പം നന്ദിനി ചോദിക്കുക എന്താ സൂര്യ സാറിൻ്റെ ടെൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം പറയണേ നന്ദിനി ഞാൻ വല്ലാത്തൊരു ടെൻഷനിലാണ്, കാരണം നമ്മുടെ കമ്പനി ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ കമ്പനിയല്ല ഒരുപാട് കമ്പനികൾ വെച്ചാണ് കോമ്പറ്റീഷൻ വെച്ചിട്ടുള്ളത്. ഒരു കുക്കറിൻ്റെ പരസ്യമായിട്ടാണ്, പല കമ്പനികളും പല തരത്തിലുള്ള കുക്കറുകളാണ്, അതുപോലെ നമ്മുടെ കമ്പനി അങ്ങനെയുള്ള തരത്തിൽ കുക്കറുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിജയം ആരിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇതോടുകൂടി ഈ കമ്പനിക്ക് ഒരു വിജയം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കണം ഇനി ഉണ്ടാവേണ്ടത്. അത്രയും നല്ല ക്യാപ്ഷൻ ആയിരിക്കണം, അത്രയും നല്ല ഐഡിയകളായിരിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ച് ഇന്നൊരു മനസ്സമാധാനവുമില്ല. മറ്റുള്ള കമ്പനികൾ നോൺ സ്റ്റിക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കുക്കറുകൾ കൊണ്ടുവരുമ്പോൾ നമുക്കത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യാന്ന് അറിയാതെ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സമയം നന്ദിനി പറയണ സൂര്യ സാറ് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടത്തരമായി പോവും, അപ്പോൾ പൊട്ടത്തരമാണെങ്കിൽ സാറെന്നെ കളിയാക്കരുത് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ സൂര്യ പറയണേ നീ എന്തായാലും പറഞ്ഞോളൂ, ഞാനിവിടെ ഉണ്ടല്ലോ കേൾക്കാൻ എന്ന് പറയണേ. എന്നാൽ ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. അത് നിങ്ങളുടെ കമ്പനി ഒരു കുക്കർ മത്സരമല്ലേ നടത്തുന്നത്, മറ്റുള്ള കമ്പനിയേക്കാൾ അങ്ങനെയുള്ള കുക്കറിൻ്റെ കാര്യത്തിലല്ലേ, അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നോക്കുന്ന ആ ഒരു കുക്കറായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ, അങ്ങനെയല്ലേ. അതെ നന്ദിനി അത് തന്നെയാണ്, നല്ലൊരു ക്യാപ്ഷനൊക്കെ കിട്ടണം, നല്ലൊരു വാക്ക്, അതായത് ആരും നോക്കുന്ന അത്രയും അട്രാക്ഷനുള്ളൊരു വാക്ക് കൊണ്ടുവരും. എന്താ സാറ്, അതെ ആരും നോക്കുന്ന നീ പറയുന്ന അത്രയും നല്ലൊരു വാക്കുകൾ കിട്ടണം, അതുപോലെ തന്നെ ആരെയും ആകർഷിക്കുന്ന അത്രയും നല്ല വാക്കായിരിക്കണം എന്നൊക്കെ എന്നെ പറയുമ്പോൾ സൂര്യയോട് നന്ദിനി പറയണേ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ആളുകളൊക്കെ മൺപാത്രത്തിലാണ് ഭക്ഷണങ്ങൾ ചെയ്യുന്നത്, മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങളിലാണ്. എന്നാൽ ഇന്നത്തെ ആളുകൾക്കൊന്നും അത് ഇഷ്ടമല്ല, അടുപ്പിൽ വെച്ച് കത്തിക്കണം, അതുപോലെ തന്നെ വലിയ പാടാണ്, കരിയാണ്, പുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ആളുകൾ മൺപാത്രത്തിൽ അത്രയങ്ങ് യൂസ് ചെയ്യില്ല. എന്നാൽ ഇന്നിപ്പോൾ അതിലൊരു വ്യത്യാസം കൊണ്ടുവരാൻ നടുവിലെ തലമുറകൾക്ക് ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ തലമുറയിൽ അതിലൊരു ചേഞ്ച് വരുന്നുണ്ട്. മൺപാത്രം കൊണ്ട് പലതരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ മണ്ണ് കൊണ്ട് പലതും ചെയ്യുന്ന സമയത്ത്, പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാലും സൂര്യ സാറിനോട് ഞാൻ പറയാം, മണ്ണ് കൊണ്ട് നമുക്കൊരു കുക്കർ ചെയ്താലോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനി, നീ എന്താ പറഞ്ഞത്? അത് കേട്ട ഉടൻ തന്നെ സാറേ ഞാൻ പറഞ്ഞത് വിഡ്ഢിത്തരമാണോ? അയ്യോ എൻ്റെ നന്ദിനി, നീ ഒന്നും കൂടി പറഞ്ഞേ. അപ്പോഴേക്കും നന്ദിനി പറയണ, സാറേ ഞാൻ പറഞ്ഞത് എല്ലാ കമ്പനികളും സാറ് പറഞ്ഞ നോൺ സ്റ്റിക്കാ, അലുമിനിയ, അതുപോലെ സ്റ്റീല അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ നമുക്കൊരു വ്യത്യസ്തമായ ഒരു വാക്ക്, ആകർഷകമായ ഒരു വാക്ക് കൊടുക്കാം. അതായത് മണ്ണ് കൊണ്ട് കുക്കർ ഉണ്ടാക്കുന്നു, മണ്ണ് കൊണ്ട് അങ്ങനെ മൺപാത്രം കൊണ്ടുള്ള കുക്കർ അങ്ങനെ പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ കൊടുത്താലോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ സൂര്യ പറയണേ, എൻ്റെ നന്ദിനി, നിൻ്റെ തലയിൽ ഇത്രയും വലിയൊരു ബുദ്ധി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ എന്തായി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്ത് നല്ല വാക്കാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇത് ആർക്കും ഇഷ്ടപ്പെടും, ഇത് ഉറപ്പാണെന്ന് പറയണ്ട. ആണോ സാറേ, ഞാനീ പറഞ്ഞത് പൊട്ടത്തരമല്ലേ എന്ന് നന്ദിനി ചിരിച്ചും കൊണ്ട് ചോദിക്കുകയാണ്. അല്ല നന്ദിനി, നീ പറഞ്ഞത് ആരെയും ആകർഷിപ്പിക്കുന്ന അത്രയും നല്ല വാക്കാണ്. അതിന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞത് നല്ലതാണ്, മണ്ണ് കൊണ്ട് കുക്കർ ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി വിപണിയിൽ മൺ കുക്കറുകൾ അങ്ങനെയുള്ള ആ ഒരു കാര്യമാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നീ പറഞ്ഞ അടിപൊളി. എന്തായാലും ഇത് ഇന്നത്തെ മീറ്റിങ്ങിൽ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും ഒന്നിടക്ക് കൈയടിക്കും എന്ന് പറയാം കേട്ടോ. ഇതേ സമയം ശരി സാർ എന്ന് പറയണം. ഇതേസമയം നീ എന്താ ഒരുങ്ങുന്നൊന്നുമില്ലേ? എങ്ങോട്ട് സാർ? അതെ, കമ്പനിയുടെ CEO ഇപ്പം നീയാണെന്ന് നീ മറന്നുപോയോ? അത് കേട്ടോടെ തന്നെ സാറ് ഞാനോ? അതെ, വേഗം ഡ്രസ്സ് മാറി സാറേ, എന്നെ ഇതിലോട്ട് കൊണ്ടുവരെ. അതെ, ഇന്നത്തെ മീറ്റിങ്ങിൽ CEO ആയ നീയാണ് പങ്കെടുക്കേണ്ടത്. നീയാണ് ഇക്കാര്യം അവരെ അവതരിപ്പിക്കേണ്ടത്, അവരോട് കാര്യങ്ങൾ. സാറേ എന്നെ നന്ദിനി, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കണം, പെട്ടെന്ന് ഡ്രസ്സ് മാറിയെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നന്ദിനിയും സൂര്യയും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേസമയം ഇപ്പുറത്ത് ഇന്ദ്രജയോട് വന്നിട്ട് പത്മ പറയുകയാണ്, എന്തായാലും ഇങ്ങോട്ടേക്ക് ഞാൻ അവരെല്ലാവരെയും മീറ്റിങ്ങിന് വിളിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം അവനറിയാൻ പാടില്ല, അതൊരിക്കലും അറിയുകയും ചെയ്യരുത്. നമ്മുടെ ലക്ഷ്യം അവൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കരുത്, അവളെ ആരും ഈ മീറ്റിങ്ങിലോട്ട് പങ്കെടുക്കാൻ വിളിപ്പിക്കരുത്, അതുതന്നെയാണ് എൻ്റെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ ഇവിടെ വെച്ച് നമുക്ക് മീറ്റിംഗ് നടത്താം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേസമയം നന്ദിനി, നീ വലിയ ഉയരങ്ങളിലോട്ട് എത്തേണ്ട ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സൂര്യ ഓരോ ക്ലാസ് എടുത്ത് കൊടുക്കണേ. എൻ്റെ മമ്മി പോലും ഇന്ന് ആകെ നിൻ്റെ ഈ ഒരു കാര്യം ആലോചിച്ച് എൻ്റെ മമ്മി പോലും അതിശയപ്പെട്ടു പോകും. അത്രയും നല്ലൊരു കാര്യമാണ് നീ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മമ്മി നിൻ്റെ ബുദ്ധി എന്താണെന്ന് എന്ന് മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ നന്ദിനിയോട് പറയുമ്പോൾ, സാറേ ഞാൻ അതിന് മാത്രം വലിയ വാക്കാണ് പറയാം. അതെ, അത് നിനക്കതിൻ്റെ മൂല്യം അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നീ പറഞ്ഞത് എത്ര നല്ല വാക്കാണെന്ന് എന്നിപ്പോൾ നിനക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ഒത്തിരി സന്തോഷമാവാണ്. അങ്ങനെ ഈ സമയമാണെങ്കിൽ ആനന്ദും മറ്റുള്ളവരെല്ലാം ഇവിടെ പത്മയുടെ വീട്ടിലെത്താണ്. അപ്പോഴേക്കും ഇന്ദ്രജ വിളിക്കുകയാണ് അവരെല്ലാവരും. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ അവിടെ പത്മ ചെയ്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ ഈ സമയം ഇതൊന്നും അറിയാതെ നന്ദിനിയാണെങ്കിലോ ഇപ്പുറത്ത് കമ്പനിയിൽ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ കമ്പനിയിൽ തന്നെ ആരും തന്നെ കാണാനില്ല. അപ്പോൾ വിവേകിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വിവേക് പറയണ, സൂര്യ അതിന് മീറ്റിംഗ് ഇവിടെയല്ല നടക്കുന്നതെന്ന് തന്നെ ആനന്ദ് എന്നോട് പറഞ്ഞു, പത്മ മേഡം വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി ഇപ്പോൾ വരുന്നത് കേട്ടോ.